ഇന്ന് ലാവിഷാണല്ലോ അമ്മയുടെ പാത്രം. ലാവിഷ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൈഡിൽ ഇത് ഒഴിക്കേണ്ടി വന്നോണ്ട് നിവൃത്തിയില്ലായിരുന്നു. കാരണം ഒഴുകി പോകും അല്ലെങ്കിൽ. എന്നാന്ന് പറഞ്ഞില്ലല്ലോ. കഞ്ഞിവെള്ള രസം. രസം ഒഴുകി നടക്കൂലേ, അതുകൊണ്ടാ ചുള്ളിലേക്ക് ചേർത്ത് ഒഴിച്ചത് കേട്ടോ. കഞ്ഞിവെള്ളം രസമുണ്ട്, മീൻ വറുത്തതുണ്ട്, അതും ചാള, മാങ്ങാ ചമ്മന്തി ഉണ്ട്, വൻപയർ ഉലർത്ത. അതെ, എന്ത് വേണം? ഊണ് ലാവിഷാവാൻ ഇത് ധാരാളം പോരാ. ധാരാളം മതി. നിങ്ങളുടെയൊക്കെ ഊണിന് എന്തൊക്കെയാണ് ഇന്നത്തെ കറികൾ എന്നൊന്ന് പറയണേ. ലാവിഷാവാൻ എന്ന് പറഞ്ഞാൽ വിശക്കുന്നവന് ധാരാളം മതി. അതെ അതെ, വിശക്കുന്നവന് ഒരു ഉലർത്ത് കറി ഒരു ചാറുകറി ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യം അനുസരിച്ച് അവരുണ്ടാക്കണം, കഴിക്കണം. അതെ, അത്രേ ഉള്ളൂ. അമ്മ ഊണ് കഴിക്കുന്നതിന് എന്തായാലും ഒത്തിരി ആരാധകരുണ്ട്. ആരാധകർ കുറയുന്നുമില്ല, പുതിയ ആൾക്കാർ വരുന്നുമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല. അത് ഇതാണ് ശരിയായ രീതി എന്നാ പറയണേ. ഞാൻ പരിമല വെച്ച് വർഷങ്ങൾക്ക് ശേഷം ഹോസ്റ്റൽ മേറ്റിനെ കണ്ടുമുട്ടി, സുമ. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി വെച്ച് പറയുവാണോ, ഞങ്ങളൊരു ടേബിളിലിരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അന്നും ചേച്ചി അരികിലിട്ടേ കഴിക്കുള്ളൂ. എൻ്റെ ജൂനിയറായിട്ട് അവിടെ പഠിച്ചതാണ്. ഒരു പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. ശീലിച്ചതാണല്ലോ നമ്മൾ ചെയ്യുക. ചുട്ടയിലെ ശീലം ചുടല വരെ. ഇന്നലെ നമ്മൾ, അതായത് 2-ാം തീയതി ശനിയാഴ്ച, അതൊരു ചെറുകാവുന്നതില്ല, പുറത്ത് പോയപ്പോ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി, പേര് ടെസി ബെന്നി. അതെ 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 അതെ, ഞങ്ങളോട് ഓടി വന്ന് സംസാരിച്ചു. സന്തോഷായി, വളരെ സന്തോഷമായി. അപ്പം സ്ഥിരം വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. വെളാമീൻ കറിയും സ്റ്റൂ ഒക്കെ, ചിക്കൻ്റെ സ്റ്റൂ, ചിക്കൻ കുറുമയാണോ സ്റ്റൂ ഏതോ ഒക്കെ കണ്ടു. വളരെ സന്തോഷം, കാണാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അവർ എറണാകുളം ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുക. അതെ അതെ അതെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം.